അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഡിഫറൻസ് ആണ്. ഒന്ന് കാരണബോധം എന്നുള്ള പാട്ടും പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വരുന്നത്. ഇപ്പുറത്ത് ഒരു വണ്ടി കൊണ്ടിട്ടാണ് കയറിച്ചെന്നിരിക്കുന്നത്. ഇന്നസെന്റ് ആയിട്ട് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോയത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും എല്ലാം കൂടെ ഇടവഴി കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ പൊങ്ങച്ചം കാണിക്കലാണ്. മറ്റുള്ളവരെ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ അവിടെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ശ്രദ്ധ അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കാണിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും. മുഖ്യമന്ത്രിയുടെ വാഹനം ഇവിടെ ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ടൗൺ ഹാളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ടൗൺ ഹാളിലേക്ക് കടന്നുപോകും. ടൗൺ ഹാളിന് പുറത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നേരത്തെ എറണാകുളത്തേക്ക് എത്തുമെന്നായിരുന്നു ഒരു സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്താൻ ചില അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എറണാകുളത്തെ പരിപാടികൾ ഒഴിവാക്കി അദ്ദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു പോവുകയാണ് അദ്ദേഹം. ഒരിക്കൽ റിജിത്ത് എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഇന്നസെന്റിന്റെ ബന്ധത്തെ പറ്റി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നസെന്റിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നസെന്റിന്റെ കുടുംബത്തെ, സുഹൃത്തുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മടങ്ങുകയാണ്. വലിയൊരു ജനാവലി തന്നെ ഇന്നസെന്റിന് അന്ത്യയാത്ര നൽകാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, മുൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഒരു സുഹൃത്തിന്